ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീരിയലറ്റ് മലയാളം. സുധീഷിൻ്റെ കയ്യിൽ താലി അഴിച്ചു മാറ്റി കൊടുത്തിട്ടുണ്ട് നിധി. അപ്പോൾ അതിൻ്റെ വിഷമത്തിലിരിക്കുകയാണ് ആൾ. അങ്ങനെ ഹരീഷിൻ്റെ കടയിൽ പോയി ഇരിക്കുമ്പോൾ ഫ്രണ്ട്സുകൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, എന്ത് പറ്റി സുധീഷ് ഏട്ടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലുണ്ടായ കാര്യങ്ങളെല്ലാം പറയണം. നിധി താലി അഴിച്ചു മാറ്റിയതും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി എന്നൊക്കെ പറയണം. അപ്പോൾ താലി അഴിച്ചു മാറ്റുന്നതൊന്നും ഇത്ര വലിയ വിഷയമല്ല, എല്ലാവരും ഇപ്പോൾ പണയത്തിലൊക്കെയാണ് താലി, പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴാണ് ഇടാറുള്ളത് എന്ന് പറയണം. അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടൻ ഓരോന്ന് പറഞ്ഞ് ഏടത്തിയോട് അത് അഴിപ്പിച്ച് മേടിച്ചതാണ്, അല്ലാതെ ഏടത്തി സ്വയം അഴിച്ചു കൊടുത്തതല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സുധീഷ് ഒരു ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നിധി വരുന്നുണ്ട്. നിധി വന്നിട്ട് നിധിയുടെ ഓഫീസിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലാണ് സുധീഷ് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് സുധീഷിൽ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധി പോകാൻ നിൽക്കുമ്പോൾ സുധീഷ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് വേണ്ട, നമുക്കൊരു കോഫി ഷോപ്പിൽ പോയി ഇരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും കോഫി ഷോപ്പിലേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് അവർ സംസാരിക്കുന്നത് ഡിവോഴ്സിനെ കുറിച്ചിട്ടാണ്. ഡിവോഴ്സ് വേണം, ഇനിയും അത് വൈകിപ്പിച്ചുകൂടെ, ഇപ്പോൾ താലി അഴിച്ചു മാറ്റുന്നതുപോലെ ഡിവോഴ്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വതന്ത്രമായിട്ട് നടക്കാം. ഒരു ഇതുമല്ലാതെ എനിക്ക് വീട്ടിൽ എല്ലാവരോടും ഫ്രീ ആയി തന്നെ ഇടപെടാനും കഴിയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വേണം, നമുക്കൊരു വക്കീലിനെ കാണാം എന്ന് പറയുകയാണ്. അപ്പോൾ സുധീഷിന് ഭയങ്കര വിഷമമാവുന്നുണ്ട്. കാരണം ഇപ്പോൾ തന്നെ ഡിവോഴ്സ് വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും കല്യാണം കഴിച്ചവരല്ലല്ലോ, ഒരു സാഹചര്യം കൊണ്ട് അതങ്ങനെ പറ്റിപ്പോയതല്ലേ. അപ്പോൾ അതിൽ നിന്നും ഒരു മോചനം വേണ്ടത് തന്നെയാണ് എന്ന് നിധി പറയുകയാണ്. സുധീഷിന് അത് കേട്ടതും വളരെ വിഷമമാവുന്നുണ്ട്. മുഖമാകെ വാടി വല്ലാത്തൊരവസ്ഥയിലാണ് സുധീഷ് നിൽക്കുന്നത്. അങ്ങനെ അത് ഏട്ടൻ മുഖം കണ്ടിട്ട് ഏട്ടൻ ചോദിക്കുന്നുണ്ട്, വീട്ടിൽ പോയതും എന്താണ് നിനക്ക് പറ്റിയത്, നിൻ്റെ മുഖം ആകെ വാടിയിട്ടുണ്ടല്ലോ, എന്താണ് ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിധി ഡിവോഴ്സ് ചോദിച്ചു, എന്താ ചെയ്യുക ഇനി എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ഇവിടെ താലി ഉള്ളത് കൊണ്ടല്ലേ എൻ്റെ റൂമിലേക്ക് കയറി വന്നത്, അപ്പോൾ ഇനി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, അതിൽ നിന്നൊരു മോചനം വേണമെന്നാണ് നിധി പറയുന്നത് എന്ന് സുധീഷ് പറയുന്നു. 6 മാസം കൂടി ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ നിധി എന്നിൽ നിന്നും പിരിഞ്ഞു പോകാതെ ഞാൻ നോക്കിക്കോളാം എന്ന് സുധീഷ് സുഭാഷ് ചേട്ടനോട് വാക്ക് പറയുന്നുണ്ട്. പിന്നെ നിധിയുടെ ഓഫീസിൽ നിന്ന് MDയും അവിടെ നിന്ന് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ വീട് കാണാനാണ്. ഈ വീട് കണ്ടിട്ട് ഒരുപാട് പഴക്കമുള്ള വീടിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ വീട് കാണാൻ വരുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അവർ ഒരു ഉച്ച സമയമാകുമ്പോൾ വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വന്ന് എല്ലാവരെയും പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ സുധീഷ് പരിചയപ്പെടുമ്പോൾ മാത്രം MD കൈ കൊടുക്കുന്നില്ല, ഫോൺ നോക്കി നിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ കുറച്ച് കളിയാക്കലും അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ അവർ അകത്ത് പോയി റൂമെല്ലാം കണ്ട് MD എല്ലാ കാര്യങ്ങളും ചോദിച്ച് ആ റൂമെല്ലാം ഒന്നുകൂടെ കൊണ്ടുപോയി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ള പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നിൻ്റെ കസിൻ ബ്രദേഴ്സ് ആണോ നിധി എന്ന്. അപ്പോൾ സുഭാഷ് അല്ല എന്ന് പറയാൻ വരുമ്പോഴേക്കും നിധി, അതെ, സുഭാഷും സുധീഷും അടക്കം 4 പേരും എൻ്റെ കസിൻ ബ്രദേഴ്സാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.